നമസ്കാരം. ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ ഭൂപടങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഉക്രൈനിലെ 4 സുപ്രധാന പ്രദേശങ്ങൾ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കിയതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരസ്യമായി അഭിമാനം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. 2022 സെപ്റ്റംബറിൽ നടന്ന റഫറണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോൺബാസ് റിപ്പബ്ലിക്കുകളായ ഡൊണെറ്റ്സ്ക്, ലുഗാൻസ്ക്, കെർസൽ, പോറേഷ്യ എന്നീ പ്രദേശങ്ങളെ റഷ്യൻ മണ്ണിലേക്ക് സ്വീകരിച്ച ഈ നടപടി റഷ്യയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സൈനിക നീക്കം മാത്രമായിരുന്നില്ല, മറിച്ച് അത് പൂർവിക റഷ്യൻ ഭൂമിയുടെ പുനരേകീകരണത്തിന് എന്ന നിലയിലാണ് ക്രെംലിൻ അവതരിപ്പിച്ചത്. ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉക്രൈന്റെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ആധുനിക യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. റഷ്യൻ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്തത് 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ സംഭവിച്ച ചരിത്രപരമായ പിഴവ് തിരുത്തുന്നതിന് തുല്യമാണ്. ഈ പ്രദേശങ്ങളിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും റഷ്യൻ സംസ്കാരത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരുമാണ് എന്ന വാദമാണ് പുടിൻ ഉയർത്തിയത്. ഈ പ്രദേശങ്ങൾ നവനാസികളിൽ നിന്നും ഉക്രൈൻ ഭരണകൂടത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടത് റഷ്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും റഫറണ്ടം ഈ ജനതയുടെ സ്വയം നിർണയ അവകാശമാണ് പ്രകടമാക്കിയതെന്നും ക്രെംലിൻ വാദിച്ചു. നെവോറേഷ്യ എന്ന ചരിത്രപരമായ സങ്കല്പത്തിന് ഈ കൂട്ടിച്ചേർക്കലിലൂടെ ഒരു പുനരുജ്ജീവനം നൽകാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഈ നടപടിയെ ശക്തമായി അപലപിച്ചു. റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിയമപരമല്ലാത്തതും അന്താരാഷ്ട്ര നിരീക്ഷണങ്ങൾ ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ ബലമായി നടത്തിയ റഫറണ്ടമാണ് ഇതെന്ന് ഉക്രൈൻ ആരോപിച്ചു. ഇത് ഉക്രൈന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരെയുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്നും അവർ പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ കൂട്ടിച്ചേർക്കൽ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല. ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന ശക്തമായ നിലപാടാണ് പാശ്ചാത്യ ലോകം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് റഷ്യക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ 4 പ്രദേശങ്ങൾ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കിയതോടെ യുദ്ധത്തിന് പുതിയൊരു തലം കൈവന്നിട്ടുണ്ട്. റഷ്യൻ ഭരണഘടന പ്രകാരം ഈ പ്രദേശങ്ങൾ റഷ്യൻ മണ്ണായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഉക്രൈൻ സൈന്യം ഈ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചാൽ റഷ്യൻ മണ്ണിൽ നടന്ന ആക്രമണമായി അതിനെ ചിത്രീകരിക്കാനും ആവശ്യമെങ്കിൽ കൂടുതൽ ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കാനും റഷ്യയ്ക്ക് സാധിക്കും. ഇത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഏറുകയാണ്. ചരിത്രപരമായ വാദങ്ങളും ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളും രാഷ്ട്രീയപരമായ എതിർപ്പുകളും കൊണ്ട് സങ്കീർണമായ ഈ കൂട്ടിച്ചേർക്കൽ യൂറോപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും അതുപോലെ അന്താരാഷ്ട്ര അതിർത്തികളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയും എന്നേക്കുമായി മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ നീക്കം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നതിന്റെ സൂചനയാണ് നൽകിയത്. 2022 ഫെബ്രുവരി മാസം ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം ഇതുവരെ അവസാനിക്കാത്തതും ഒരുപാട് മാനസിക പ്രതിസന്ധി അവിടെ ഉണ്ടായതും ഈ പശ്ചാത്തലത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് അവിടെയെന്ന് മനസ്സിലാക്കാവുന്നതാണ്. റഷ്യയോട് യുദ്ധം ചെയ്ത് ജയിക്കുക എന്നത് ഉക്രൈനെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ്. അമേരിക്ക ആയുധം നൽകിയതുകൊണ്ട് മാത്രം റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിന്ന രാജ്യമാണ് ഉക്രൈൻ. പക്ഷേ എത്ര നാൾ ഈ കാര്യം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ആശങ്കകളുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടക്കുന്ന ഈ ഘട്ടത്തിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഒരു പരിസമാപ്തി വരുത്താൻ സാധിച്ചിട്ടില്ല എന്നത് ആഗോള സമൂഹത്തിന് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ പോലും നയതന്ത്ര നീക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും കിഴക്കൻ യൂറോപ്പിലെ ഈ പോരാട്ടം ഇപ്പോഴും അതിന്റെ പൂർണ്ണമായ ശക്തിയിൽ തുടരുകയാണ്. ഇരുപക്ഷവും അടിസ്ഥാനപരമായ തങ്ങളുടെ നിലപാടുകളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തതാണ് ഈ യുദ്ധം നീണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം ഡൊണെറ്റ്സ്ക്, ലുഗാൻസ്ക്, കെർസൺ, സ്പോറേഷ്യ എന്നീ പ്രദേശങ്ങളെ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കിയ നടപടി പൂർവിക റഷ്യൻ ഭൂമിയുടെ പുനരേകീകരണമാണ്. അതിനാൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി അസാധ്യവും. അതേസമയം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ആകട്ടെ രാജ്യത്തിന്റെ അതിർത്തി അഖണ്ഡതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച നിലപാടിലാണുള്ളത്. റഷ്യ നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത ഓരോ ഇഞ്ച് ഭൂമിയും തിരിച്ചു പിടിക്കാതെ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് ഉക്രൈൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ 2 വിപരീത ലക്ഷ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ചർച്ചകളിലൂടെ ഒരു സമവായം ഉണ്ടാക്കുക എന്നത് അസാധ്യമാണ്. ഇതിനോടൊപ്പം പാശ്ചാത്യ ശക്തികളുടെ സൈനിക സാമ്പത്തിക സഹായം ഉക്രൈന് പിടിച്ചു നിൽക്കാനുള്ള കരുത്തും നൽകുന്നു. യൂറോപ്പിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാൻ ആഗ്രഹിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഈ സഹായം തുടരുന്നിടത്തോളം കാലം ഉക്രൈൻ കീഴടങ്ങാൻ സാധ്യതയില്ല. നിലവിൽ ഫലപ്രദമായ വിശ്വാസ്യതയുള്ള നയതന്ത്ര ഇടപെടലുകൾക്ക് അവസരമില്ലാത്തതിനാൽ വെടിനിർത്തൽ ചർച്ചകൾ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഫ്രോസൺ കോൺഫ്ലിക്റ്റ് ആയി ഈ യുദ്ധം മാറാനുള്ള സാധ്യത ഏറെയാണ്. ഈ സംഘർഷം തുടരുന്നത് ആഗോളതലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഊർജ്ജ പ്രതിസന്ധി, ലോക ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന ധാന്യ വിതരണത്തിലെ തടസ്സങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം എന്നിവ തുടരുന്നിടത്തോളം കാലം ഗാസയിലെ ചർച്ചകൾ നൽകുന്ന ആശ്വാസത്തിന് പരിമിതിയുണ്ട്. അതിർത്തി തർക്കങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്ക് മാറ്റം വരാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഒരു അന്തിമ പരിസമാപ്തി സാധ്യമല്ല എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്.
പറയാനുള്ളത്. ഈ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനെതിരെ സൈനിക നടപടി ആരംഭിച്ചതോടെയാണ് യൂറോപ്പ് ഒരു പുതിയ യുദ്ധത്തിന്റെ ഭീകരതയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിനെ ഒരു പ്രത്യേക സൈനിക നടപടി എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ലോകമെമ്പാടും അത് ഉക്രൈന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് വിലയിരുത്തിയത്. 2 വർഷത്തിലധികം പിന്നിട്ട ഈ സംഘർഷം റഷ്യയുടെയും ഉക്രൈന്റെയും മാത്രം പ്രശ്നമായി ഒതുങ്ങാതെ ആഗോളതലത്തിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചു. ഈ സംഘർഷത്തിന് പിന്നിൽ പ്രധാനമായും നാറ്റോ, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ കിഴക്കൻ യൂറോപ്പിലേക്ക് വികസിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന റഷ്യയുടെ വാദവും ഉക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ വിസമ്മതിച്ചുകൊണ്ടുള്ള പുടിന്റെ ചരിത്രപരമായ അവകാശവാദങ്ങളുമാണ്. ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക എന്നതാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കിഴക്കൻ ഉക്രൈനിലെ റഷ്യൻ വംശജരെ സംരക്ഷിക്കാനെന്ന പേരിലാണ് റഷ്യൻ സൈന്യം കടന്നുകയറ്റം ആരംഭിച്ചത് പോലും. യുദ്ധം ആരംഭിച്ച് മാസങ്ങൾക്കകം റഷ്യൻ സൈന്യം ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് മുന്നേറിയെങ്കിലും ശക്തമായ ചെറുത്തുനിൽപ്പ് കാരണം അവർക്ക് പിൻവാങ്ങേണ്ടതായി വന്നു. തുടർന്ന് യുദ്ധം പ്രധാനമായും കിഴക്കൻ, തെക്കൻ യുക്രൈനിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. 2022 സെപ്റ്റംബറിൽ റഷ്യൻ നിയന്ത്രണത്തിലാക്കിയ ഉക്രൈനിലെ 4 സുപ്രധാന പ്രദേശങ്ങളായ ഡൊനെറ്റ്സ്ക്, ലുഗാൻസ്ക്, കെർസൺ, സ്പൊറോഷ്യ എന്നിവയെ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കിയതായി പുടിൻ പ്രഖ്യാപിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഈ നടപടി നിയമപരമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഉക്രൈന് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ നൽകുന്ന ആധുനിക ആയുധങ്ങളും സൈനിക സഹായവും യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയ തിരിച്ചടികൾ നൽകിയിട്ടുണ്ട്. റഷ്യൻ നാവികസേനയുടെ പല കപ്പലുകളും കരിങ്കടലിൽ വെച്ച് ഉക്രൈൻ തകർത്തു കളഞ്ഞു. എന്നാൽ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ ഉക്രൈനിലെ നഗരങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു യുദ്ധം നടന്നിട്ടും കാര്യമായ വെടിനിർത്തൽ ചർച്ചകളോ സമാധാന ശ്രമങ്ങളോ ഇതുവരെ വിജയിച്ചിട്ടില്ല. റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകാൻ തയ്യാറല്ലാത്തതും തങ്ങളുടെ പരമാധികാരം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാതെ ചർച്ചകൾക്കില്ലെന്ന ഉക്രൈന്റെ നിലപാടുമാണ് സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത്. ഉക്രൈന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്താൻ കടുത്ത ഉപരോധങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധം യൂറോപ്പിന്റെ അതിർത്തികൾ മാറ്റിവരച്ചതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടും സൃഷ്ടിച്ചു. യൂറോപ്പിലേക്കുള്ള റഷ്യൻ പ്രകൃതിവാതക വിതരണം മാറായതോടെ ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായി തുടങ്ങി. ഉക്രൈനിലെ തുറമുഖങ്ങൾ അടച്ചതും ധാന്യ കയറ്റുമതി നിലച്ചതും ആഗോള ഭക്ഷ്യസുരക്ഷയെ ഗുരുതരമായി ബാധിച്ചു. കൂടാതെ അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ടുള്ള റഷ്യയുടെ നീക്കം മറ്റ് രാജ്യങ്ങൾക്കും ഇത്തരം അതിക്രമങ്ങൾ നടത്താൻ പ്രേരണ നൽകുന്നു എന്ന ആശങ്കയും നിലനിർത്തി. ചുരുക്കത്തിൽ ഈ യുദ്ധം യൂറോപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ബഹുധ്രുവ ലോകക്രമത്തിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തു. ഒരു യുദ്ധവും ഒന്നിനും പരിഹാരമല്ല എന്ന വാക്ക് മുന്നോട്ട് വെച്ച് തന്നെ പറയട്ടെ, 3 വർഷമായി നീളുന്ന ഈ യുദ്ധം ഒരു വലിയ പ്രതിസന്ധിയാണ് ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഒഴിവാക്കാൻ ഒരു രാജ്യവും ഇവിടെ തയ്യാറാകുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന രാജ്യങ്ങൾക്ക് അതിന് സാധിക്കാത്തതിന് പിന്നിൽ റഷ്യയും ഉക്രൈനും പിടിവാശി പുലർത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.